Gluconeogenesis. So it's a synthesis of glucose or glycogen from non-carbohydrate. കാർബോഹൈഡ്രേറ്റ് നല്ല ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് നോൺ കാർബോഹൈഡ്രേറ്റിന് ചില അവസരങ്ങളിൽ ശരീരം എന്ത് ചെയ്യും ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്നതാണ് പേര് gluconeogenesis. Synthesis of glucose from non-carbohydrate is called gluconeogenesis. So what are the substrate for the gluconeogenesis is glucogenic amino acid. Glucogenic amino acid, there are amino acid from which you can synthesize glucose. നമ്മൾ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാലും പ്രോട്ടീൻ അത് അമിനോ ആസിഡ് വേർതിരിക്കും ഡൈജഷൻ്റെ സമയത്ത്. ആ അമിനോ ആസിഡിൽ മോസ്റ്റ് ഓഫ് ദി അമിനോ ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്ലിസറോൾ, ഫാറ്റി ആസിഡിന് ഗ്ലിസറോൾ ഇല്ലേ, ഗ്ലിസറോളിൽ നിന്ന് യു ക്യാൻ സിന്തസൈസ് ഗ്ലൂക്കോസ്. പൈറുവിക് ആസിഡ്, ഇപ്പോൾ ഗ്ലൈക്കോളിസിസിൻ്റെ അവസാനം കിട്ടുന്ന പൈറുവിക് ആസിഡാണ്. പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റിൽ നിന്നും എന്തുണ്ടാക്കാൻ പറ്റും, ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഇന്റർമീഡിയറ്റ് ഓഫ് TCA സൈക്കിൾ, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളിൻ്റെ അതിൻ്റെ ഏത് പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാലും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ പ്രധാനമായിട്ട് സ്റ്റാർവേഷൻ്റെ സമയത്ത്, പട്ടിണിയൊക്കെ കിടക്കുന്ന സമയത്ത് കുറേ ദിവസങ്ങളോളം ഭക്ഷണം ഇല്ലാതിരിക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഗ്ലൂക്കോസ് കണ്ടന്റ്, ബ്ലഡിലെ ഗ്ലൂക്കോസ് കണ്ടന്റ് എത്രയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അറ്റ് 80 to 120 milligram per 100 ml ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ശരീരത്തിൽ സംഭരിച്ച് വെച്ച ഗ്ലൈക്കോജനൊക്കെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് ഗ്ലൈക്കോജനൊക്കെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഗ്ലൈക്കോജൻ്റെ സ്റ്റോറേജ് ഒക്കെ കംപ്ലീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെല്ലെ എന്ത് ടേക്കപ്പ് ചെയ്യും, ഫാറ്റ് എടുക്കാൻ തുടങ്ങും. ഗ്ലിസറോൾ, ഫാറ്റി ആസിഡിനൊക്കെ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ശരീരം മെലിയാൻ തുടങ്ങുക. ദെൻ തേർഡ് കേസ്, ഇല്ല ഫാറ്റ് മുഴുവൻ ഏകദേശമൊക്കെ കൺസ്യൂം ചെയ്തതിന് ശേഷമാണ് പ്രോട്ടീനിലേക്ക് പോവുക. ശരീരത്തിൽ അടങ്ങിയ സംഭരിച്ച് വെച്ച പ്രോട്ടീൻ എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. ഈ മൂന്ന് പ്രോസസ്സും പറയുന്നത് ഗ്ലൂക്കോനിയോജെനിസിസ് എന്നാണ്. സോ നെക്സ്റ്റ്, so any substance which comes from any one of the derivatives of citric acid cycle or glycolysis can give rise to glucose. ഇതിൽ ഏതെങ്കിലും ഒരു ഇടയിലുള്ള ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ശരീരത്തിലുണ്ട്. ഇറ്റ് ഓക്കേഴ്സ് മെയിൻലി ഇൻ liver and very little in kidney cortex also. So where is the gluconeogenesis take place is in the liver and kidney cortex. And maintain the blood glucose level to meet the sufficient glucose level. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തിനാണ് ഗ്ലൂക്കോനിയോജെനിസിസ് പോകുന്നത്? Whenever there is a glucose fall, it has to be restored 80 to 120 milligram per 100 ml. ഇത് ചില പ്രൊഡക്റ്റിനൊക്കെ ഈ സിട്രിക് ആസിഡ് സൈക്കിളിലെ ഈ കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ പൈറുവിക് ആസിഡ് ആണെങ്കിൽ പൈറുവിക് ആസിഡിനെ ഓക്സലോഅസറ്റേറ്റ് കൺവേർട്ട് ചെയ്യാം. ഓക്സലോഅസറ്റേറ്റ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡിൻ്റെ ഒരു പാർട്ടാണ്. ഈ ഓക്സലോഅസറ്റേറ്റിനെ വേണ്ടി ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോന്നിനെയും, ഇപ്പോൾ ലാക്റ്റേറ്റ് ആണെങ്കിൽ ലാക്റ്റേറ്റ് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡിനെ പൈറുവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പൈറുവിക് ആസിഡിനെ ഓക്സലേറ്റ് അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്സലോഅസറ്റേറ്റ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റാണ്. അതിൽ നിന്ന് ഈ ഓക്സലോ അസറ്റേറ്റിൽ നിന്നും ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലൂക്കോനിയോജെനിസിസ് occurs in the following cases. ഏതൊക്കെ കേസിലാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എടുക്കുന്നത്? When the carbohydrate in the diet is insufficient to meet the needs of the glucose of the body. Then when the protein intake is high. ഒരുപാട് പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ പ്രോട്ടീൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും. അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർവേഷൻ, പട്ടിണിയൊക്കെ കിടക്കുന്ന സമയത്ത്. വെൻ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റഡ് ഇൻ ഹെവി എക്സസൈസ്, ഹെവി ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പരെ പോലെ ഹെവി ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അനൈറോബിക് റെസ്പിറേഷൻ നടക്കും. ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ ഉണ്ടാവും. ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ മസിൽസ് പെയിൻ വരാൻ തുടങ്ങും, മസിൽ ഫാറ്റീഗ് തോന്നാൻ തുടങ്ങും. അപ്പോൾ ആ ലാക്റ്റിക് ആസിഡ് വീണ്ടും എന്ത് ചെയ്യണം, പൈറുവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെയാണ് ഗ്ലൂക്കോനിയോജെനിസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോനിയോജെനിസിസ് ഈസ് എ റിവേഴ്സൽ ഓഫ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് പോലെ തന്നെയാണ് ഗ്ലൈക്കോളിസിസിൻ്റെ ഫോർവേഡ് സ്റ്റെപ്പാണ്. അതിൻ്റെ റിവേഴ്സലാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത്. ഒന്ന്, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് മാറ്റുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുക. തിരിച്ച് പൈറുവിക് ആസിഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് റിവേഴ്സൽ എന്ന് പറയുന്നത്.
സോ പൈറുവേറ്റ് ഈസ് കാർബോക്സിലേറ്റഡ് ടു ഫോം ഓക്സലേറ്റ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെവിടെ നോക്കിയ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഫോസ്ഫിനോൾ പൈറുവേറ്റ്. ഫസ്റ്റ് ലാസ്റ്റിൽ പൈറുവിക് ആസിഡ് ആയിട്ട് കിട്ടി, പൈറുവേറ്റ് ആയിട്ട് കിട്ടി. ഈ പൈറുവേറ്റ് എന്ത് ചെയ്യും, പൈറുവേറ്റ് അസ്റ്റൈൽ കോഎൻസൈമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സിട്രേറ്റ് ആയിട്ട് മാറാം. പൈറുവേറ്റ് സിട്രേറ്റ് ആയിട്ട് മാറാം. സിട്രേറ്റ് ആൽഫ കീറ്റോ ക്ലൂഡായിട്ട് കുറേ സ്റ്റെപ്പ് ഉണ്ട്, അത് അടുത്തൊരു വീഡിയോയിൽ വരും. മലൈറ്റ് ഓക്സലോസ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ പൈറുവേറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഓക്സലോസ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്സലോസ്റ്റേറ്റ് ദെൻ ഫോസ്ഫിനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോസ്ഫിനോൾ പൈറുവേറ്റ് എന്ത് ചെയ്യും, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, 2 ഗ്ലിസറാൾഡിഹൈഡ് കൂടി ചേർന്നിട്ട്, ഇത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ്, 3 കാർബൺ കോമ്പൗണ്ട്. ഇപ്പോൾ 2 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് കിട്ടും. ക്ലിയർ? ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്, പിന്നെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കും, ഗ്ലൂക്കോസ് ആക്കി മാറ്റും, ലിവറിന് നേരെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഈ എയറോ മാർക്ക് ശ്രദ്ധിക്കുക, ഗ്രീൻ കളറുള്ളത് ഗ്ലൈക്കോളിസിസും റെഡ് കളറുള്ളത് ഗ്ലൂക്കോനിയോജെനിസിസും ആണ്. ഓക്കെ, പൈറുവേറ്റ് ഈസ് carboxylated to form oxaloacetate by the enzyme pyruvate carboxylase. PC stand for pyruvate carboxylase at the expense of 1 ATP. ഇവിടെ ഒരു ATP യൂസ് ചെയ്യും. Oxaloacetate is decarboxylated. Decarboxylation means removal of carbon dioxide, remove ചെയ്യും. And phosphorylated phosphate add ചെയ്യപ്പെടും to form phosphinol pyruvate. ഇപ്പോൾ പറഞ്ഞു glucose 6 phosphate. Glucose 6 phosphate is formed by the hydrolysis of fructose 6 phosphate catalyzed by glucose 6 phosphatase. അവിടെ energy consuming process ആണ്. 4 ATP and 2 GTP are used in this process. അടുത്തത് ഗ്ലൂക്കോനിയോജെനിസിസ് ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് എങ്ങനെയാണ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? Gluconeogenesis of amino acid. Amino acid which could be converted to glucose is called glucogenic amino acid. Most of the amino acids are converted to intermediates of citric acid cycle by the transamination or deamination. Citric acid cycle, ഇതാണ് citric acid cycle എന്ന് പറഞ്ഞത്. അതിൽ ഒരുപാട് ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റുകളുണ്ട്. ആ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നത് അമിനോ ആസിഡിനെ ബൈ ട്രാൻസാമിനേഷൻ ഓർ ഡീഅമിനേഷൻ. ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിൻ്റെ ചില സൈഡ് ഗ്രൂപ്പുകളെ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ അമിനോ ആസിഡ് എന്ത് ചെയ്യും, വേറെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. They are routed through oxaloacetic acid and phosphinol pyruvic acid result in the formation of glucose. അപ്പോൾ എല്ലാ അമിനോ ആസിഡിനെയും, മോസ്റ്റ് ഓഫ് ദി അമിനോ ആസിഡിനെയും ഫസ്റ്റിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ സിട്രിക് ആസിഡിൻ്റെ സൈക്കിളിലെ ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ ഓക്സാലോ അസറ്റേറ്റ് ഓർ ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്സാലോ അസറ്റിക് ആസിഡ് ഫോസ്ഫിനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, 2 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ കമ്പൈൻ ചെയ്യും, ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അതിൽ നിന്ന് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റും, അവിടെ നിന്ന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റും, ദെൻ ഗ്ലൂക്കോസ് 6 ആക്കി കൺവേർട്ട് ചെയ്യും. സോ വെരി സിമ്പിൾ. അതിനൊരു എക്സാമ്പിൾസ് ആണ് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്നത്. ഗ്ലൂട്ടാമിക് ആസിഡിനെ അമിനോ ആസിഡ് അതിനെന്ത് ചെയ്യും, ആൽഫ കീറ്റോ ക്ലൂട്ടറേറ്റ് ആയിട്ട് മാറ്റും, പിന്നെ മലൈറ്റ് ആയിട്ട് മാറ്റും, മാലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഓക്സലോസ്റ്റേറ്റ് ആയിട്ട് മാറ്റും. ദെൻ നേരെ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞോളൂ ഇതേപോലെ. ഓക്കെ, നെക്സ്റ്റ് ഗ്ലൂക്കോനിയോജെനിസിസ് ഓഫ് പ്രൊപ്പിയോണിക് ആസിഡ്. റുമിനൻസ് അയവിറക്കുന്ന അനിമൽസിൽ പ്രൊപ്പിയോണിക് ആസിഡ് സാധാരണ കേസിൽ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഫെർമെൻറ്റേഷൻ, കാർബോഹൈഡ്രേറ്റ് ഫെർമെൻറ്റേഷൻ ഇസ് കൺവേർട്ടഡ് ടു സക്സിനൽ കോഎൻസൈം എ. സക്സിനൽ കോഎൻസൈം എ എന്ന് പറഞ്ഞാൽ ഇസ് എൻ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ഓഫ് TCA സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിളിൽ ആണ്. ദെൻ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു വാട്ട്, ഗ്ലൂക്കോസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ തൊട്ട് താഴെയായിട്ട് സക്സിനൽ കോഎൻസൈം ആയിട്ട് കൺവേർട്ട് ചെയ്യും. സക്സിനൽ കോഎൻസൈം പിന്നീട് അതിൽ അടുത്ത 2-3 സ്റ്റെപ്പിന് ഇടയിൽ ഓക്സലോസ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്സലോസ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ പിന്നെ ബാക്കി ഏത് സ്റ്റെപ്പാണ്, ഈ സ്റ്റെപ്പ്. തിരിച്ച് നേരെ റിവേഴ്സ്, ഫോസ്ഫിനോൾ പൈറുവേറ്റ്, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഗ്ലൂക്കോസ്, റിവേഴ്സ്.
അതിന് കൺവേർഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് കോറിസൈക്കിൾ എന്ന് പറയും. Muscle glycogen is converted to liver glycogen through lactic acid as an intermediate. Strenuous work, നല്ല ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് ഓക്സിജൻ സപ്ലൈ, നന്നായിട്ടൊരു 100 മീറ്റർ ഓടുന്ന സമയത്തോ അല്ലെങ്കിൽ ലോങ് റണ്ണിൻ്റെ സമയത്തോ ഓക്സിജൻ മതിയാവാതെ വരും. Glycogen is converted to lactic acid in the muscle and get accumulated in the muscles. പിന്നീട് മസിൽസിൽ ഈ ലാക്റ്റിക് ആസിഡ് അക്യൂമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് മസിൽ ഫാറ്റേക്ക്, നമുക്ക് കൈ കഴക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് അക്യൂമുലേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ലാക്റ്റിക് ആസിഡിനെ വീണ്ടും ഇറ്റ് ഹാസ് ടു ബി റീകൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആസ് മസിൽ ലാക്സ് ദ എൻസൈം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ്, നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഒന്നുകൂടെ കാണേണ്ടി വരും നിങ്ങൾ. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞ എൻസൈം ഇല്ലാത്തതുകൊണ്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ റിവേഴ്സൽ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ മസിൽസിൽ ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടായാൽ തന്നെ ലാക്റ്റിക് ആസിഡിനെ കംപ്ലീറ്റ് ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വരെ വരും. അതിനുശേഷം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായ ഗ്രൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന എൻസൈം മസിൽസിലില്ല. അതുകൊണ്ട് ലിവറിൽ ഈ എൻസൈംസ് ഉണ്ട്. സോ ലാക്റ്റിക് ആസിഡ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ലിവർ ത്രൂ ദ ബ്ലഡ്. അപ്പോൾ മസിൽസിൽ ഈ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്ത ഉടനെ തന്നെ നേരെ അതിനെ എന്ത് ചെയ്യും, ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ മസിൽസ്. ഇവിടെ നോക്കൂ, നമ്മൾ അനൈറോബിക് റെസ്പിറേഷൻ, അനൈറോബിക് ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ലാക്ടേറ്റ് ആയിട്ട് മാറും. ലാക്ടേറ്റിനെ കംസ് ഔട്ട് ഓഫ് ബ്ലഡ് വഴി നേരെ തിരിച്ച് ലിവറിലേക്ക് എത്തും. ലിവറിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവറിൽ നിന്ന് ലാക്ടേറ്റിനെ പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അവിടുന്ന് നേരത്തെ പറഞ്ഞ പ്രോസസ്സ് വഴി ഫോസ്ഫിനോൾ പൈറുവിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ ആ സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പ് വഴി, ഏത് സ്റ്റെപ്പ്, ദിസ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് നെക്സ്റ്റ് മുകളിലിട്ട് പോകുന്ന സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് വഴി എന്ത് ചെയ്യും, ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇതൊക്കെ എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ്. സോ ഗ്ലൂക്കോസ് വീണ്ടും നേരെ ലിവറിൽ നിന്ന് നേരെ ഗ്ലൂക്കോസ് വീണ്ടും മസിൽസിലേക്ക് എത്തും. അത് വീണ്ടും എപ്പോഴാണോ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ലൈനിൽ ലാക്ടേറ്റ് ഫോം ചെയ്യും. ലാക്ടേറ്റ് വീണ്ടും ഇതേ സൈക്കിൾ വഴി തിരിച്ചെത്തും. ലിവർ ലാക്റ്റിക് ആസിഡ് ഈസ് ഓക്സിഡേറ്റ് ടു പൈറുവിക് ആസിഡ് ആൻഡ് അണ്ടർഗോസ് ഗ്ലൂക്കോനിയോജൻസിസ്. ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. ദ ഗ്ലൂക്കോസ് ഈസ് ദെൻ റീകൺവേർട്ടഡ് ടു ലിവർ ഗ്ലൈക്കോജൻ. അവിടെ ലിവറിൽ ഗ്ലൂക്കോസ് ആയിക്കഴിഞ്ഞാൽ ലിവറിൽ അത് സ്റ്റോർ ചെയ്യും. The glycogen may again undergoes glycogenolysis and glucose is synthesized. അപ്പോൾ എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ ഗ്ലൈക്കോജൻ വിഘടിച്ചിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഗ്ലൂക്കോസ് മേ ബി റീസൈക്കിൾ ടു മസിൽ ത്രൂ ബ്ലഡ് ആൻഡ് കംപ്ലീറ്റ്സ് ദ കോറി സൈക്കിൾ. അപ്പോൾ അങ്ങനെ ഓൾറെഡി ലാക്റ്റിക് ആസിഡ് വന്നു, അതിനെ പൈറുവിക് ആസിഡ് ആയിട്ട് മാറ്റി ലിവറിൽ വെച്ചിട്ട് അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി. ഗ്ലൂക്കോസിന് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗ്ലൂക്കോസ് മാത്രമേ മസിൽസിലുള്ള ലാക്റ്റിക് ആസിഡിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവിടുന്ന് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിക്കിൽ അവിടെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്തിട്ട് അവിടെ വെക്കാം, അല്ലെങ്കിൽ ഈ ഗ്ലൈക്കോജനെ വിഘടിച്ചിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ബ്ലഡിലേക്ക് പോവാം. അതും അല്ലെങ്കിൽ വിഘടിച്ച ഗ്ലൂക്കോസിനെ നേരെ മസിൽസിലേക്ക് കൊണ്ടുപോയി അവിടെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യാനും സാധിക്കും. സോ ദർ ആർ മെനി ഓപ്ഷൻസ്. ഗ്ലിസറോൾ. അടുത്തതായിട്ട് നമ്മൾ ലാസ്റ്റിൽ ഫാറ്റൊക്കെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ കൊഴുപ്പ് ഡ്യൂറിങ് സ്റ്റാർവേഷൻ ദ ട്രൈഗ്ലിസറൈഡ്സ് ഇൻ ദ അഡിപ്പോസ് ടിഷ്യൂ, സ്കിന്നിൻ്റെ അടിയിലെ അഡിപ്പോസ് ടിഷ്യൂ ഈസ് ഹൈഡ്രോളൈസ്ഡ് ആൻഡ് ഗ്ലിസറോൾ ഈസ് റിലീസ്ഡ്. ഹിയർ ഗ്ലിസറോൾ ഈസ് റിലീസ്ഡ്. ഗ്ലിസറോൾ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റിനെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, glyceraldehyde 3-phosphate, then fructose 1,6-biphosphate, fructose 6-phosphate, fructose glucose 6-phosphate, glucose then glucose blood streamലേക്ക് തിരിച്ചുകൊണ്ടിരിക്കും.
Transport liver it is phosphorylated into glycerol 3-phosphate with the help of enzyme glycerol kinase. Glyceraldehyde 3-phosphate is converted to dihydroxyacetone phosphate by the enzyme glycerol phosphate dehydrogenase. Dihydroxyacetone phosphate enters the glucogenic pathway and gets converted to glucose. Glyceraldehyde 3-phosphate ന്റെ ഐസോമെറിക് ഫോമാണ് ഡൈഹൈഡ്രോക്സിഅസിറ്റോൺ ഫോസ്ഫേറ്റ്. ഗ്ലൈക്കോളിസിസ് ഒന്നും കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അത്രയും സ്റ്റെപ്പുള്ളൂ. ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റും. ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റിനെ ഡൈഹൈഡ്രോക്സിഅസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റും. ഡൈഹൈഡ്രോക്സിഅസിറ്റോൺ ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന് അതിന് മുന്നേ ഫ്രക്ടോസ് ഉണ്ട്. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് 1,6-ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഫ്രക്ടോസിന് പിന്നെ അവിടെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും.